നമസ്കാരം. നമ്മളുടെ പാറ്റകളുടെ ദില്ലിയിലെ സമരത്തെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാത്ത രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ പാറ്റ സമരം തന്നെയാണ് മുഖ്യ വിഷയം. മിനിറ്റുകൾ വെച്ച് പുതിയ വീഡിയോകൾ, പുതിയ അഭിപ്രായ പ്രകടനങ്ങൾ വരികയാണ്. ചിലതൊക്കെ സമരത്തെ അനുകൂലിച്ച്, ചിലതൊക്കെ സമരത്തെ എതിർത്ത്, അങ്ങനെ നിരവധി വീഡിയോകളാണ് ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരാരും ചർച്ച ചെയ്യാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ട ഒന്നായിരുന്നു എന്ന് ഞാൻ പല വീഡിയോസിലും ഈ RP തോട്ട്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച 3-4 വീഡിയോസ് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് കാരണം രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ദേശവിരുദ്ധ ശക്തികൾ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ. അത് നമ്മൾ കരുതിയിരിക്കേണ്ടതാണ്. നമ്മളെല്ലാവരും പൗരന്മാരെന്നുള്ള നിലയിലും അറിയേണ്ടതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരാം. ഒന്ന്, ഇതിൻ്റെ പ്രത്യാഘാതമാണ്. അധികം ആരും ചിന്തിക്കാത്ത ഒരു പ്രത്യാഘാതം ഇങ്ങനെയൊരു സമരത്തിനുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളുടെ ന്യായമായ ആശങ്കകൾ അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ പരാതികളുടെ പേരിൽ അവർ തുടങ്ങിയ സമരമാണ് ഇത് എന്ന് അംഗീകരിച്ചാൽ പോലും അങ്ങനെയാണ് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. ഒരു വിഷയമുണ്ട്, ഒരു പ്രശ്നമുണ്ട്, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ജന്തർ മന്തറിൽ ഉണ്ടായ ഈ സമര നാടകം അത് ഒരു ടൂൾ കിറ്റ് സമരമായിരുന്നു തുടക്കം മുതലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കുട്ടികളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മറ്റാരോ കളിച്ച ഒരു വലിയ കളിയായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായ അജണ്ടയോടുകൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടപ്പാക്കിയതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒരല്പം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാവം മാറുന്നത്, രൂപം മാറുന്നത്, ടൂൾ കിറ്റ് സമരമായി മാറുന്നത്, അത് കലാപ ആഹ്വാനത്തിലേക്ക് എത്തുന്നത്. രാജ്യത്ത് ഡെമോക്രസി, അതായത് ജനാധിപത്യം ഇനി ബാലറ്റുകളിലൂടെ അല്ല, മറിച്ച് തെരുവുകളിലാണ് അത് തീരുമാനിക്കപ്പെടുക എന്ന് സധൈര്യം ഇവരൊക്കെ വിളിച്ചു കൂവാനും സാഹചര്യം ഒരുക്കിയത്. പക്ഷേ ഇതിൻ്റെ പ്രത്യാഘാതം ഇതൊന്നുമല്ല. ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും തൊട്ട് സമീപ ഭാവിയിൽ ഭാരതത്തിൽ ഒരിടത്തും തന്നെ ഇതുപോലെ ന്യായമായ ആശങ്കകളുടെ പേരിൽ ആർക്കും, വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിൽ മറ്റേത് വിഭാഗം പെടാം, കർഷകർ പെടാം, വ്യവസായികൾ പെടാം, അല്ലെങ്കിൽ തൊഴിലാളികൾ പെടാം, ആരുടെ സമരമാണെങ്കിലും ആ സമരമൊക്കെ നേരിടാൻ പോകുന്ന വലിയൊരു അപകടമുണ്ട്. ആ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സമരം ക്ലച്ച് പിടിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം ഈ പറയുന്ന ടൂൾ കിറ്റ് ധാരികൾ ഈ സമരത്തിലേക്ക് ചാടി വീഴും. ഈ സമരത്തിലേക്ക് അവർ ചാടി വീഴും. സമരത്തിന് മറ്റൊരു മുഖമുണ്ടാക്കും. സമരത്തിൻ്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കും. പോലീസുകാരെ ആക്രമിക്കും, ജേർണലിസ്റ്റുകളെ ആക്രമിക്കും. ആ പ്രദേശം ഒരു കലാപ ഭൂമിയാക്കി മാറ്റും എന്നുള്ളത് കൃത്യമായി നിങ്ങൾ എഴുതി വെച്ചുകൊള്ളുക. ഇതാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്ന എല്ലാ ജനകീയ സമരങ്ങളിലും. അതായത് ജനകീയ സമരം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന സമരമാവണമെന്നില്ല. അങ്ങനെയുള്ള സമരങ്ങളിൽ ചിലപ്പോൾ ഇത്തരം ടൂൾ കിറ്റുകൾ ചേർക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ആ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഒരു നിയതമായ ഘടനയും, ആരൊക്കെയാണ് സമരത്തിന് വരുന്നത്, എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു രൂപമുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള സമരങ്ങൾ, ഇപ്പം നേഴ്സുമാരുടെ സമരം, അല്ലെങ്കിൽ തൊഴിലാളികളുടെ സമരം, വിദ്യാർത്ഥികളുടെ സമരം, ഇത്തരം സമരങ്ങളിലൊക്കെ ഈ രാജ്യവിരുദ്ധ ശക്തികൾ നുഴഞ്ഞു കയറാനും പണം കൊടുത്തു തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാനും പണം കൊടുത്തു തന്നെ അക്രമത്തിന് പ്രേരിപ്പിക്കാനും ഇവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യായമായ മാർഗത്തിലൂടെ, സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ നടക്കുന്ന സമരങ്ങളെയാണ്, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സമരങ്ങളെയാണ് ഇത് ബാധിക്കുക. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ ദോഷമാണ്. കാരണം ജനാധിപത്യത്തിൽ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ അതിൻ്റെ ഭാഗമാണ്. ആ പ്രതിഷേധങ്ങൾ കേൾക്കേണ്ടത് ഭരണാധികാരികളുമാണ്. അത് ന്യായമായിരിക്കണം, സമാധാനപരമായിരിക്കണം, നിയമവിരുദ്ധത അതിലുണ്ടാകാൻ പാടില്ല. അത് മാത്രമാണ് അതിൻ്റെ ബേസിക് കണ്ടീഷൻ. അതാര് ചെയ്താലും. പക്ഷേ അത്തരം സമരങ്ങൾ ഇനിയും നമ്മളുടെ പൊതുസമൂഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഈ പറയുന്ന കോക്രോച്ച് സമരത്തിൻ്റെ പേരിൽ അതിൽ നുഴഞ്ഞു കയറിയ രാജ്യവിരുദ്ധരും കലാപകാരികളും കൂടി ചെയ്തു വച്ചിരിക്കുന്നത്. അത് ഈ സമരത്തെയും പരാജയപ്പെടുത്തും, ഈ സമരം ഉന്നയിക്കുന്ന ആവശ്യങ്ങളെയും പരാജയപ്പെടുത്തും, ഈ സമരത്തിൻ്റെ പിന്നിലുള്ള ധാർമ്മികതയെയും പരാജയപ്പെടുത്തി കഴിഞ്ഞു.
സർക്കാർ ഇപ്പോൾ അവരുമായിട്ട് ചർച്ച ചെയ്യുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ എന്നുള്ള ആശയത്തിൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവർക്കും അറിയാം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന്. ഈ സർക്കാരുമായി അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ മന്ത്രിമാരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാൻ പോയ കുട്ടികളുടെ ധിക്കാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ ഒറ്റയ്ക്കല്ല, അവരുടെ പിന്നിൽ ശക്തമായ ഒരു ലോബിയുണ്ട്. ആ ലോബി തന്നെയാണ് അവരെ കൊണ്ട് കാര്യങ്ങൾ പറയിപ്പിക്കുന്നത്, കാര്യങ്ങൾ ചെയ്യിക്കുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഇനി ഈ കലാപകാരികളുടെയും രാജ്യവിരുദ്ധരുടെയും കാര്യം അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരാണ്. ഈ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് അതിപ്പോൾ ഈ CJP സമരത്തിൽ തന്നെ നമ്മൾ കണ്ടു, SFIക്കാരും DYFIക്കാരുമാണ് അവിടെ അഴിഞ്ഞാടുന്നതെന്ന് പലരും പറയുന്നുണ്ടായിരുന്നു. പലരും അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. CJPക്കാരല്ല, പക്ഷേ അവിടെ SFIക്കാരാണ് എത്തിയത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഈ വിഷയം പൊന്തി വന്നിട്ട്, കുറേ വർഷങ്ങളായിട്ട് ഈ വിഷയം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് SFIക്കോ അല്ലെങ്കിൽ KSUവിനോ അല്ലെങ്കിൽ ഇവരുടെ യുവജന സംഘടനകൾക്കോ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ സാധിക്കാഞ്ഞത്? അവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, വല്ലവരും നടത്തുന്ന സമരത്തിലേക്ക് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചാടി വീണ് ഇതിനെ ഒരു രാഷ്ട്രീയ ആഭാസമാക്കി മാറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെയും പരാജയപ്പെടുന്നത് സമരത്തിലെ യഥാർത്ഥ കുട്ടികൾ ഉന്നയിക്കുന്ന പ്രധാന വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ ചർച്ചയാവില്ല. പകരം സമരാഭാസവും കലാപാഹ്വാനവും കലാപം നടത്തലും പൊതുമുതൽ നശിപ്പിക്കലും ഒക്കെയായിട്ട് ഈ സമരം മാറി. അത് വെറുതെ മാറിയതല്ല, അത് ഈ കുട്ടികൾ ചെയ്തതല്ല, ഈ കുട്ടികളാണ് എന്നും പറഞ്ഞ് അവിടെ വന്നു കയറിയ രാജ്യവിരുദ്ധരും സാമൂഹിക വിരുദ്ധരും കൂടി ഒപ്പിച്ചു വെച്ച പണിയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സമരം നടക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ആൾക്കാരെ ഒഴിവാക്കാനുള്ള കൃത്യമായ ജാഗ്രത പുലർത്തേണ്ടത് ഈ സമരക്കാരുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അത് അല്പം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളല്ലാതെ ഒരു ആവശ്യത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കാർ നടത്തുന്ന സമരത്തിൽ കൃത്യമായിട്ട് മോദി വിരുദ്ധരും രാജ്യവിരുദ്ധരുമായിട്ടുള്ള ഇവർ കടന്നുകൂടുകയും ഇവർ അവിടെ കലാപം ഉണ്ടാക്കുകയും ചെയ്യും. അത് ഒന്നാമത്തെ പ്രത്യാഘാതം. ഇനി ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഉന്നയിച്ചാണ്, ഈ സമരം നേരിടുന്നതിൽ സർക്കാരിന് എന്തെങ്കിലും അലംഭാവമോ വീഴ്ചയോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും അത് പിന്നീട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. സർക്കാർ തലത്തിൽ തന്നെ ഇത് കൃത്യമായി ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മളുടെ മാധ്യമങ്ങളോ നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികളോ യഥാർത്ഥത്തിൽ കൃത്യമായ ഒരു കണ്ണ് ഈ സമരത്തിൻ്റെ തുടക്കത്തിൽ 30 ദിവസത്തോളം ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ അവിടെ ജന്തർ മന്ദറിൽ ഉണ്ടായിരുന്നു. അഭിജിത്ത് ദിപ്കയുടെ നേതൃത്വത്തിൽ 250 വിദ്യാർത്ഥികൾ ആ പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ആളില്ല, അവിടെ വെറുതെ അവർ ഈച്ചയടിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനാണ് ശ്രമിച്ചത്. ഒരുപക്ഷെ അത്തരം വാർത്തകളും റിപ്പോർട്ടുകളും വന്നുകൊണ്ട് ഇൻ്റലിജൻസ് ഏജൻസികളും ഇത് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഈ 30 ദിവസവും ഇവർ ഉയർത്തിയിരുന്ന മുദ്രാവാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ കൃത്യമായ അപകടം ഇവർക്കെല്ലാം നേരത്തെ മനസ്സിലാവുമായിരുന്നു. നമ്മുടെ മാധ്യമങ്ങൾക്കും മനസ്സിലാവുമായിരുന്നു, നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും മനസ്സിലാവുമായിരുന്നു. കാരണം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടോ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേടിനെക്കുറിച്ചോ ആയിരുന്നില്ല ആ മുദ്രാവാക്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങളിൽ ആർട്ടിക്കിൾ 370 കശ്മീരിൽ തിരിച്ചു കൊണ്ടുവരണം, അതേപോലെ കശ്മീരി തീവ്രവാദികൾ ഉൾപ്പെടെയുള്ള ഭീകരരെ ജയിലിൽ നിന്ന് പുറത്തുവിടണം, ഇന്ത്യയുടെ നാശം ഉണ്ടാകും, ഇന്ത്യയിലെ ഡെമോക്രസി, ഇന്ത്യയിലെ ജനാധിപത്യം ഇനിയും തെരുവുകളിലാണ് നിശ്ചയിക്കപ്പെടുക. ഇത്തരം അപകടകരമായ മുദ്രാവാക്യങ്ങളാണ് ഈ 30 ദിവസവും പല സമയങ്ങളിലായി അവിടെ ഉയർന്നത്. എന്ന് മാത്രമല്ല, അള്ളാ തേരാ നാം രഹേഗ, ഇതിൽ അള്ളാഹുവും ശ്രീരാമനും ഒക്കെ എവിടെ വന്നു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇതൊരു വിദ്യാർത്ഥി സമരമാണ്, വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട സമരമാണ് എന്നാണ് നമ്മളെ വിശ്വസിപ്പിക്കുന്നത്. പക്ഷേ അവിടെ നിരവധി ആൾക്കാർ ഹിന്ദു മതത്തെയും ഹിന്ദു സംസ്കാരത്തെയും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന കാഴ്ച നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീരാം ക്ഷേത്രത്തെക്കുറിച്ച് പോലും വളരെ മോശമായി, ശ്രീരാമനെക്കുറിച്ച് വളരെ മോശമായി പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഉയർന്ന മുദ്രാവാക്യങ്ങളിൽ അള്ളാ തേരാ നാം രഹേഗ, അതായത് അള്ളാഹു നിൻ്റെ നാമം മാത്രമായിരിക്കും ഇനി അവശേഷിക്കുക എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ അവിടെ ഉയർന്നതായിട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് കൃത്യമായി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കലാപകാരികളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈ കലാപകാരികളെ അവിടെ നിന്ന് ഓടിക്കാനും സാധിക്കുമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് നടക്കാത്തതുകൊണ്ടാണ് ഇതൊരു വലിയ കലാപമായിട്ട് അവിടെ മാറിയതും. ഇത് രാജ്യമെമ്പാടും തന്നെ, ലോകത്തെമ്പാടും തന്നെ ഇത് ഉടനെ BBC, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ഏറ്റെടുത്ത് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്നതുപോലെ ഭാരതത്തിലും ഉണ്ടാകാൻ പോകുന്നു, മോദി
പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം വിട്ട് എവിടെയോ ഒളിക്കാൻ പോകുന്നു, ഏത് ഒളിത്താവളമായിരിക്കും അദ്ദേഹം തിരഞ്ഞെടുക്കുക എന്ന ചർച്ച പോലും അന്തർദേശീയ മാധ്യമങ്ങളിൽ ഇങ്ങനെ വരാൻ കാരണമുണ്ടായത്. അതിന് സാഹചര്യമൊരുക്കിയത് ഒരു പക്ഷേ ഈ ഉപേക്ഷ ആയിരിക്കണം. തീർച്ചയായിട്ടും ഈ സമരത്തെ വില കുറച്ച് കാണാൻ, കാരണം സമരത്തെ അല്ല, ഈ സമരത്തിൻ്റെ പിന്നിലുള്ളവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിൽ ആർക്കൊക്കെയോ പരാജയം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സമരങ്ങൾ ഇനിയും ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഏജൻസികളായാലും നമ്മളുടെ ദേശീയ മാധ്യമങ്ങളായാലും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ഒരു വലിയ പാഠമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യാഘാതത്തെക്കുറിച്ച് പറഞ്ഞു. പ്രത്യാഘാതത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും വീഴ്ചയുണ്ടായോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ടൂൾ കിറ്റ് സമരങ്ങൾ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? എനിക്കൊരു വലിയ അഭിപ്രായമുണ്ട്. നമുക്കെല്ലാവർക്കും സോറോസിനെ കുറ്റം പറയാം, ഡീപ് സ്റ്റേറ്റിനെ കുറ്റം പറയാം, അമേരിക്കയെ കുറ്റം പറയാം, ചൈനയെ കുറ്റം പറയാം, ഇങ്ങനെ നാട്ടിലേക്ക് പണം ഒഴുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷണറിമാരെ പോലെയുള്ളവരെയൊക്കെ കുറ്റം പറയാം. ഇവരൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാവും. കാരണം പണമില്ലാതെ ഇതൊന്നും നടക്കില്ല. ഇത്രയും വിദ്യാർത്ഥികൾക്ക് അവിടെ ഭക്ഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനൊക്കെ പണം വേണം. വിദേശത്തു നിന്ന് പണം വന്നു എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് നിരവധി മനുഷ്യരയച്ചതാണ്, സ്നേഹം കൊണ്ടയച്ചതാണെന്നൊക്കെ പറയുന്നെങ്കിലും വിദേശത്ത് നിന്ന് പണം അയക്കുന്നവരുടെ സ്നേഹവും ഉദ്ദേശവും ഒക്കെ ഏതാണ്ട് FCRIയോടുകൂടി തീരുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് കുറേ പള്ളിയിലച്ചന്മാർ അവിടെ വരെ വലിയ ജാഥയായിട്ടൊക്കെ വന്നതും. അത് അവരുടെ വീർപ്പുമുട്ടൽ പ്രകടിപ്പിക്കാനുള്ള, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണം വേണമെന്ന് പറയുന്ന പോലെ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവരവരുടേതായ കാരണങ്ങളുണ്ട്. അവർ പ്രതിഷേധിക്കട്ടെ. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം അതാണ്. പണം നന്നായിട്ട് വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ച് തന്നെയാണ് അവിടെ ഇത്രയും ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇത്രയും ആൾക്കാരെ ചെയ്യുന്നതും. അതവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ യഥാർത്ഥ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അവിടെയും നമ്മൾക്കൊരു വലിയ വീഴ്ച വന്നിട്ടുണ്ട്. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം പുനഃപരിശോധിക്കുന്നു, അത് അഴിച്ചുപണിയുന്നു എന്നൊക്കെ പറയുമ്പോഴും പലപ്പോഴും ഈ നമ്മളുടെ യൂണിവേഴ്സിറ്റികളിൽ, രാജ്യത്തെ സർവകലാശാലകളിൽ നടക്കുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനം അല്ലെങ്കിൽ രാജ്യവിരുദ്ധത പഠിപ്പിക്കുന്ന രീതികൾ, അതിൻ്റേതായ ഒരു അന്തരീക്ഷം നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പലപ്പോഴും പല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും തീർച്ചയായിട്ടും JNU പോലെയുള്ള സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ മാറ്റങ്ങൾ JNUവിലും ദില്ലി സർവകലാശാലയിലും ഒക്കെ വന്നിട്ടുണ്ട്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പോലും കൃത്യമായി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ഞാൻ കണ്ടു. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ നിരവധി സർവകലാശാലകൾ ഈ രാജ്യത്ത് ഇന്നും അരാജകത്വം പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനത് വ്യക്തമായിട്ട് തന്നെ പറയാം. പല അധ്യാപകരും ഒന്നുകിൽ അർബൻ നക്സലൈറ്റുകളോ അല്ലെങ്കിൽ അരാജകവാദികളോ ആണ്. എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പല അധ്യാപകരും, പ്രത്യേകിച്ച് ചരിത്രം പോലെയുള്ള വിഷയങ്ങൾ, രാഷ്ട്രമീമാംസ പോലെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർ പലരും രാജ്യവിരുദ്ധ മനോഭാവം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. നമ്മുടെ രാജ്യം 7ഉം 8ഉം കഷ്ണമായി മാറിയാലും എന്താണ് അതുകൊണ്ട് കുഴപ്പമെന്ന് ഒരു ദില്ലിയിൽ ഈ പറയുന്ന സമരത്തിൽ പങ്കെടുത്ത ഒരാൾ ചോദിക്കുന്നത് കേട്ടു. അയാൾ സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കറ്റാണ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നതും കണ്ടു. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകളൊക്കെ വരുന്നത് ഇത്തരം സർവകലാശാലകളിൽ നിന്നാണ്. ഈ രാജ്യം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ, ഈ രാജ്യം പല കഷണങ്ങളായി മാറിയാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന മനോഭാവവും, ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കാൻ പാടില്ല, ഈ രാജ്യം കശ്മീർ സ്വതന്ത്രമാകണം, കേരളം സ്വതന്ത്രമാകണം, എല്ലാവർക്കും ആസാദി വേണം എന്ന തരത്തിലുള്ള മനോഭാവം കുട്ടികളിൽ സൃഷ്ടിച്ചു വിടുന്നത് ഈ സർവകലാശാലകളുടെ അധ്യാപകരാണ്. യഥാർത്ഥത്തിൽ കുട്ടികളെ അല്ല സ്കാൻ ചെയ്യേണ്ടതും സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതും ഈ കുട്ടികളെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ആ ഒരു പ്രത്യേക പ്രായത്തിൽ അവരുടെ ബ്രെയിൻ വാഷിംഗ് നടത്തുന്ന ഈ അധ്യാപകരെക്കുറിച്ചാണ്. ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇനിയുള്ള എല്ലാ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും രാജ്യവിരുദ്ധമാകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കൃത്യമായിട്ട് അന്വേഷിക്കാനും അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് പരിഗണിക്കാൻ നമ്മളുടെ ഭരണകൂടം തയ്യാറായാൽ തന്നെ വലിയൊരു തോതിൽ പ്രശ്നങ്ങൾ അവസാനിക്കും. രാജ്യത്ത് ജനാധിപത്യമുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, ചില നേതാക്കന്മാരോട് വിയോജിപ്പുണ്ടാകും. അതെല്ലാം ജനാധിപത്യത്തിൽ വളരെയധികം ആക്സെപ്റ്റഡ് ആണ്, അത് ചെയ്യേണ്ടതുമാണ്. പക്ഷേ അതിനപ്പുറം ഈ സമരം നേരെ കൊണ്ട് നിർത്തുന്നത് ഈ രാജ്യത്തിൻ്റെ വിനാശം ആഗ്രഹിച്ചുകൊണ്ടാണ്, അതിനുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തികളും ചെയ്തുകൊണ്ടാണ്.
അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാ ഫ്രീഡത്തിനും എല്ലാ സ്വാതന്ത്ര്യത്തിനും ചില പരിമിതികൾ എല്ലാ സമൂഹത്തിലുമുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്കൊന്നും പോകേണ്ട, അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ജനാധിപത്യ രാജ്യങ്ങളിലേക്ക് പോയാലും ജനാധിപത്യ രാജ്യങ്ങളിൽ ആരോഗ്യകരമായ ജനാധിപത്യം നിലനിൽക്കാൻ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഇവിടെ ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീ ഫോർ ഓൾ അല്ല, ആർക്കും എന്തും ചെയ്യാവുന്ന സ്വാതന്ത്ര്യമല്ല, മറിച്ച് റെസ്പോൺസിബിളായിട്ടുള്ള ഫ്രീഡമാണ്. ആ റെസ്പോൺസിബിളായിട്ടുള്ള ഫ്രീഡമാണ് ഇന്ന് ജന്തർ മന്തറിൽ ഇല്ലാതായത്. രാജ്യവിരുദ്ധർക്ക് വന്ന എന്ത് ആഭാസ സമരവും നടത്താനുള്ള വേദിയായിട്ട് അത് മാറി. അത് CJP സമരം അതിനൊരു കാരണം മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് കാരണം ഈ പറയുന്ന സർവകലാശാലകളിൽ നിന്ന് ഇറക്കി വിടുന്ന കുട്ടികളാണ്, അവരെ ട്രെയിൻ ചെയ്യുന്ന അധ്യാപകരാണ്. സംശയമുണ്ടെങ്കിൽ ഇത് പല സർവകലാശാലകളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അവിടെയൊക്കെ നടക്കുന്നത് ഇത്തരത്തിലുള്ള ബ്രെയിൻ വാഷിംഗ് ആണ്. സ്വന്തം സംസ്കാരത്തോടും സ്വന്തം രാജ്യത്തോടും യാതൊരു കൂറുമില്ലാത്ത കുറേ കുട്ടികളെയെങ്കിലും ഈ സർവകലാശാലകളിൽ നിന്ന് എല്ലാ വർഷവും പടച്ചുവിടുന്നുണ്ട്. അവരാണ് ഈ തെരുവുകളിൽ ഈ പേക്കൂത്തുകളെല്ലാം കാണിക്കുന്നത്. അവരോടൊപ്പമാണ് ഗുണ്ടകളും കുറ്റവാളികളും ചേരുന്നതും. ഇനി ഈ സമരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപകടകരമായ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഈ സമരത്തിൽ, ഇതൊരു വിദ്യാർത്ഥി സമരമാണ്, ഈ സമരത്തിൽ പോലീസിനെയും പട്ടാളത്തെയും ഒക്കെ കൃത്യമായി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. നിരവധി ആൾക്കാർ ഈ സമരത്തിൽ 4 ലെറ്റർ വേർഡ് ഉപയോഗിച്ച്, അതായത് നമുക്കത് ക്യാമറയിൽ പറയാൻ പറ്റില്ല, ഇംഗ്ലീഷിലെ 4 ലെറ്റർ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ആ 4 ലെറ്റർ വേർഡ് ഉപയോഗിച്ച് മോദിയെയും ഇന്ത്യൻ സർക്കാരിനെയും BJPയെയും RSSനെയും ഒക്കെ ശപിക്കുന്നത് കണ്ടു. പക്ഷേ അതിനോടൊപ്പം ഏറ്റവും അവസാനം പറഞ്ഞത് ഇന്ത്യൻ ആർമിയെയും കൂടിയാണ്. അതായത് ആർമിയെ കൂടെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരുന്നു. ഇത് മാത്രമല്ല, കൃത്യമായിട്ട് RAFൻ്റെ സൈനികരെ, അർദ്ധസൈനികരെ കൃത്യമായിട്ട് ആക്രമിക്കുന്ന, അവരെ ആൾക്കൂട്ട കൊലപാതകത്തിലേക്ക് പോലും എത്താവുന്ന സ്ഥിതിയിൽ അവരെ ആക്രമിക്കുന്ന നിരവധി വീഡിയോകൾ നമ്മൾ കണ്ടു. പല കുട്ടികൾക്കും അതിൽ വലിയ പ്രതിഷേധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായി RAFകാരെ ആക്രമിക്കുമ്പോൾ അവരെ തടുക്കാനും ഈ പോലീസുകാരെ രക്ഷിക്കാനും ചില കുട്ടികളെങ്കിലും അതിനകത്ത് ശ്രമിക്കുന്നുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പക്ഷേ കൃത്യമായിട്ട് യൂണിഫോം ഇട്ടവരെ ആക്രമിക്കാനുള്ള ഒരു അജണ്ട ഈ സമരവേദിയിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, പഞ്ചാബ് പോലീസിൽ നിന്നാണെന്ന് തോന്നുന്നു ആൾക്കാരെ ഭീഷണിപ്പെടുത്തി ഭൂമി സ്വന്തമാക്കിയ കേസിൽ ജോലി നഷ്ടപ്പെട്ട ഒരുത്തനെ യൂണിഫോം ഇട്ട് വേദിയിൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് യൂണിഫോം ഫോഴ്സുകളിലേക്ക് നമ്മളുടെ പട്ടാളം, പോലീസ് ഉൾപ്പെടെയുള്ള അർദ്ധസൈനിക വിഭാഗം ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിലേക്ക് ഈ സമരത്തിൻ്റെ ആവേശം ചെല്ലുന്നു. അവിടെയും റിവോൾട്ട് ഉണ്ടാകുന്നു എന്ന്, അതായത് അവിടെയും വിപ്ലവം ഉണ്ടാകുന്നു. അവരെല്ലാം ഇപ്പോൾ ഇറങ്ങി വന്ന് സമരത്തോടൊപ്പം യോജിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി കൊണ്ടുവരികയായിരുന്നു അതിൻ്റെ കൃത്യമായ ഉദ്ദേശം. ഇതൊക്കെ കുട്ടികൾ ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇതൊക്കെ കൃത്യമായ അജണ്ടയുടെ പേരിൽ ചെയ്യുന്ന ചില നാടകങ്ങളാണ്. ഇനി ഇതിൻ്റെ എല്ലാ അവസാനം ഇപ്പോൾ യോഗേന്ദ്ര യാദവിനെ പോലെയുള്ള ഒരു അധമ ജീവിനെ അയാളെ പറയാൻ പറ്റുള്ളൂ. അയാൾ ഈ അവസരം ഉപയോഗിച്ച് ഇന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അത് നേരത്തെ കുട്ടികൾ പറഞ്ഞാണ്, അയാൾ ആവർത്തിക്കുകയാണ് ചെയ്തത്. അയാൾ പറയുന്നത്, ഇനി ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിലൂടെ അല്ല നിശ്ചയിക്കപ്പെടുക, അത് തെരുവുകളിലാണ് നിശ്ചയിക്കപ്പെടുക എന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ പ്രസ്താവനയുടെ പേരിൽ പറയുന്ന യോഗേന്ദ്ര യാദവ് തിഹാർ ജയിലിൽ കിടക്കേണ്ടതാണ്. അയാൾ യഥാർത്ഥത്തിൽ ഒരു അരാജകവാദിയാണെന്ന് നമ്മൾ വർഷങ്ങളായി പറയുന്ന കാര്യമാണ്. അത് ഒരിക്കൽ കൂടെ തെളിയിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള കപട ബുദ്ധിജീവികളാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണി. അയാളെ എത്രയും പെട്ടെന്ന് സർക്കാർ അകത്താക്കേണ്ടതാണ്. അയാൾക്കെതിരെ UAPA ചുമത്തേണ്ടതാണ്. കാരണം രാജ്യത്തെ ഒരു പ്രക്ഷോഭം കത്തി നിൽക്കുന്ന അവസരത്തിൽ അതിൽ കൂടുതൽ തീ വാരിയിട്ട് രാജ്യത്തൊരു മുഴുവൻ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്, ഒരു ഹീന ശ്രമമാണ് അയാൾ നടത്തിയിരിക്കുന്നത്. अब देखिए, अब इस देश में डेमोक्रेसी का फ्यूचर संसद से तय नहीं होगा, सड़क से तय होगा, इलेक्शन से तय नहीं होगा, रेजिस्टेंस से तय होगा. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ പ്രശ്നത്തെക്കുറിച്ചും പ്രശ്നത്തിൻ്റെ ഇനി മുമ്പോട്ടുള്ള പരിഹാരത്തെക്കുറിച്ചും പ്രത്യാഘാതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിശബ്ദ ഭൂരിപക്ഷം കൂടി ഈ രാജ്യത്തുണ്ട്. അവർ അസംഘടിതരാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ രാജ്യം ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ പോലെ ആകില്ല എന്ന് പറയുന്നതിൻ്റെ ഉറപ്പും ഈ സംഘടിതരായ നിശബ്ദ ഭൂരിപക്ഷമാണ്.
ഇപ്പോൾ ജന്തർ മന്തറിൽ ഇത്രയും വിദ്യാർത്ഥികൾ വന്ന് സമരം ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നു, അത് വിദ്യാർത്ഥികൾ അതിലൊരു 20% 25% ഉള്ളൂ ശരിക്കും ആശങ്ക ഈ വിഷയത്തിലുള്ള വിദ്യാർത്ഥികൾ, പ്രതിഷേധിക്കാൻ വന്നവർ. ബാക്കി എല്ലാവരും സർക്കാരിനെതിരെ സമരം ചെയ്യാനോ സർക്കാരിനെ മറിച്ചിടാനോ വന്ന സാമൂഹ്യ വിരുദ്ധരോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൃത്യമായ അജണ്ടയോടെ വന്ന ആൾക്കാരുമാണ്. അങ്ങനെ ഒരു സമരം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടി ആൾക്കാരെ കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള സംഘടനകളും പ്രാപ്തിയുള്ള ആൾക്കാരും ഒരൊറ്റ വിളിയിൽ അത്രയും അതിൻ്റെ ഒരു 5 ഇരട്ടി ആൾക്കാർ ജന്തർ മന്തറിൽ എപ്പോൾ വേണമെങ്കിലും എത്താവുന്ന രീതിയിൽ എത്താൻ സാധിക്കുന്ന സംഘടിതരായ നിശബ്ദരായ ഒരു ഭൂരിപക്ഷം അപ്പുറത്ത് നിൽക്കുന്നു എന്ന് ഈ കലാപകാരികളും രാജ്യവിരുദ്ധരും ഓർക്കുന്നത് നല്ലതാണ്. യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള വിദ്യാർത്ഥി സംഘടന ഈ പറയുന്ന ഇടതുപക്ഷക്കാരുടെയല്ല, മറിച്ച് അത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ്. 50 ലക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുണ്ട് ആ സംഘടനയ്ക്ക്. ആ സംഘടന ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ്. വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി തൊഴിലാളി പ്രസ്ഥാനം എടുത്താലും BMS ആണ് ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനം. ഇനി ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ഒരു പ്രസ്ഥാനം അത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ്. അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ വലിയ പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തെ ശക്തി പ്രകടനങ്ങളോ ഒക്കെ നടത്താൻ സാധിക്കും. പക്ഷേ അവർ നിശബ്ദരാണ്. അതുകൊണ്ട് നിശബ്ദരായതുകൊണ്ട് അവർ അസംഘടിതരാണ് എന്ന് കരുതരുത്. രാജ്യവിരുദ്ധമാണ് ഏത് പ്രക്ഷോഭവും, രാജ്യത്തെ ഇല്ലാതാക്കാനുള്ളതാണ് ഏത് പ്രക്ഷോഭവും എന്ന് തിരിച്ചറിയുന്ന നിമിഷം അവർക്കും വേണമെങ്കിൽ റോഡിലിറങ്ങാൻ സാധിക്കും. അതുകൊണ്ട് യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ തിരിച്ചറിയേണ്ടത് ഈ റോഡെന്ന് പറയുന്നത്, അതായത് റോഡിലാണ് ജനാധിപത്യം ഇനിയും നിശ്ചയിക്കപ്പെടുക എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. ഈ റോഡെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അരാജകവാദികളായ അനുയായികളുടെയും കുത്തകയൊന്നുമല്ല. ആ റോഡ് എല്ലാവരുടെയുമാണ്. അവിടെ ഇറങ്ങാൻ മറ്റുള്ളവരും മറുവശത്തുണ്ട്. നമസ്കാരം.